മാത്യു സാമുവലിൻ്റെ മലയാളത്തിലുള്ള യൂട്യൂബ് ചാനൽ ഗവൺമെൻറ് ബാൻ ചെയ്തതിന് ശേഷം തൻ്റെ ഇംഗ്ലീഷ് ചാനലിൽ വന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ താൻ പറഞ്ഞ കാര്യങ്ങളും ബാൻ ഉണ്ടാവാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് മാത്യു സാമുവൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല കുറേയധികം ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ചാനൽസ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്കൊന്നും കുഴപ്പമില്ല, എനിക്ക് മാത്രം എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റ് വീഡിയോ ആണ്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പുള്ളിക്കാരൻ തന്നെയായിരുന്നു ആ ഒരു മലയാളത്തിലിട്ട ഒരു വീഡിയോസിൽ പറയുന്നത് ഞാൻ എയർ ഒഫീഷ്യൽസിനെയൊക്കെ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തുള്ള ന്യൂസും കാര്യങ്ങളും ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് കൺഫേം ചെയ്തതിന് ശേഷമാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പുള്ളിക്കാരെ ഇപ്പം വന്നിരുന്ന് പറയുകയാണ് ഇൻ്റർനാഷണൽ ചാനൽസൊക്കെ കണ്ടപ്പോൾ അതിനെ ഞാനൊന്ന് കോട്ട് ചെയ്ത് പറഞ്ഞു എന്നുള്ള കാര്യം മാത്രമേ ആന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇട്ട ഒരു ഇംഗ്ലീഷ് ചാനലിൽ ഇട്ട വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ഇങ്ങനെ മറുകണ്ഠം ചാടും, അതായത് ഒരിക്കൽ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ ഒരു പ്രശ്നം വന്നപ്പോൾ മാറ്റി പറയുകയെന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് പറ്റിയെന്ന് തന്നെ പറയണം, അതിലൊരു ഡൗട്ടും ഒന്നുമില്ല. കുറേയധികം പേർക്ക് ചിലപ്പോൾ ഇനി എന്താണ് സംഭവം എന്ന് മനസ്സിലാവാത്തവരും ഉണ്ടായിരിക്കും. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർക്ക് വേണ്ടിയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഞാൻ പറയാം. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു, സിന്ദൂർ എന്ന് പറഞ്ഞ്. ആ ഒരു അറ്റാക്ക് കഴിഞ്ഞ സമയത്തുണ്ടെങ്കിൽ കുറേയധികം ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ പാകിസ്ഥാൻ ഇങ്ങനെ അടിച്ചു വിടുന്നുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഇന്ത്യയിലെ ജെറ്റുകളൊക്കെ തകർത്ത് വിട്ടിട്ടുണ്ട്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ കുറേയധികം ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, നമ്മുടെ 5 ജെറ്റുകൾ ആ ഒരു തകർത്ത കാര്യം. ഈ ഒരു ന്യൂസ് എടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ ആ ഒരു ന്യൂസ് മലയാളത്തിൽ മാത്യു സാമുവലിൻ്റെ മലയാളത്തിലെ ചാനലാണ് ചെയ്തത്. അതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ എൻ്റെ സോഴ്സ് വരെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ഒരു ന്യൂസ് കറക്റ്റാന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞതിന് ശേഷമാണ് ഞാനിതിപ്പോൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു യൂട്യൂബ് ചാനൽ ബാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇന്ത്യയിലുള്ളവർക്ക് ഇത് കാണാൻ പറ്റും, വെളിയിലുള്ള ആൾക്കാർക്ക് അത് കാണാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഇതുപോലത്തുള്ള ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറേയധികം ന്യൂസ് ചാനൽസ് ഉണ്ടായിരുന്നു, അതിനെല്ലാം ബാൻ ചെയ്തു. ആ കൂട്ടത്തിൽ ഈ ഒരു മാത്യു സാമുവലിൻ്റെ ചാനൽ ബാൻ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു പുള്ളിക്കാരൻ തൻ്റെ ഇംഗ്ലീഷിലുള്ള ഒരു ചാനലിൽ വന്ന് ഇതുപോലെ വീഡിയോ ഇടുന്നത്. ഞാൻ മാത്രമല്ല ഇതുപോലെയുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ചാനൽസ് ഇട്ടിട്ടുണ്ട്, അവർക്കൊന്നും കുഴപ്പമില്ല, ഞാനത് കണ്ടിട്ട് അത് മാത്രമാണ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. 1 മിനിറ്റിൻ്റെ ആണ് ഒരു ചാനൽ ഇട്ടേക്കുന്നത്. പക്ഷെ അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം ഈ പുള്ളിക്കാരൻ തന്നെ മലയാളത്തിലിട്ട ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വിളിച്ച് അന്വേഷിച്ചു, അവിടെ തിരക്കിയപ്പോൾ ഇതേ കണക്ക് സത്യമാണ്, 5 ജെറ്റുകൾ തകർന്ന് വീണതായിട്ട് എനിക്കറിയാൻ സാധിച്ചു എന്ന് ആ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇംഗ്ലീഷ് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ചാനൽസിലൊക്കെ പറഞ്ഞിരുന്നു, അത് ഞാൻ അതേ കണക്ക് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാലം മാറാൻ ശ്രമിക്കുകയാണ്. കാരണം പണി പറ്റി, യൂട്യൂബ് ചാനൽ ബാനായി, ഇന്ത്യയിലുള്ളവർക്ക് കാണാനും പറ്റത്തില്ല. അപ്പോഴത്തേനും തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ന്യായീകരിക്കാൻ വേണ്ടി ഭയങ്കര വീഡിയോസ് ആയിട്ട് വന്ന ആ വീഡിയോയിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അവർ ചെയ്യുന്നുണ്ട്, അവർക്ക് കുഴപ്പമില്ല, എനിക്കൊക്കെ ഉള്ളൂ കുഴപ്പം, ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെയാണ് പുള്ളിക്കാരൻ ഉരുണ്ട് കളിക്കുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനുണ്ടെങ്കിൽ വിളിച്ച് എനിക്കറിയാവുന്നവരെയൊക്കെ അന്വേഷിച്ചു, അവരെല്ലാം വലിയ ഒഫീഷ്യൽസാണ്, അവർ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് കൺഫേം ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം. ഒരു പക്ഷേ തെറ്റ് പറ്റിയെന്ന് പറയാനുള്ള ധൈര്യം വേണം, അതുപോലും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണിത്? തെറ്റ് പറ്റിയെങ്കിൽ അത് നോർമലായിട്ട് തെറ്റ് പറ്റും. ഇപ്പോൾ ചാനൽസ് എല്ലാം കുറേ അധികം കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാം, അവർക്കെല്ലാം തെറ്റ് പറ്റി, അതാണ് തെറ്റ് പറ്റിയെന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? അപ്പം വന്നിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അവർ ചെയ്താൽ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ തന്നെ കുറേയധികം കമൻസ് ആൾക്കാർ വരുന്നുണ്ട്. എൻ്റെ ചാനൽ കഴിഞ്ഞ് ഇതിനെപ്പറ്റി വീഡിയോ ഇട്ടപ്പോഴും അതിൻ്റെ താഴെയും കുറച്ച് പേര് വന്നിട്ട് കമൻസ് ഇടുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് പുള്ളിക്കാരൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വിളിച്ച് അന്വേഷിച്ചെന്നു എന്നാണ്, അല്ലാതെ ന്യൂസ് കണ്ടിട്ട് അതേ കണക്ക് പറഞ്ഞു എന്നല്ല. അപ്പം പുള്ളിക്കാരൻ അത് വലിയ ബാധകമാണ്. കാരണം പുള്ളിക്കാരൻ തിരക്കിയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പം ഫേക്കാന്ന് തന്നെ പുള്ളിക്കാരൻ വന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഏതാണ് 2 വെള്ളത്തിലും കാല് വെക്കുന്ന രീതിയാണ് മാത്യു സാമുവൽ ചെയ്തത്. ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് പറ്റിയെന്ന് പറയാൻ സാധിക്കണം, അതിൽ ഒരു മടിയും കാണിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. കുറേയധികം പേര് ഇനി ആ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഓക്കെ, സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, നിങ്ങൾക്ക് എന്താ കറക്റ്റായിട്ട് ആ ഒരു പുള്ളിക്കാരൻ പറഞ്ഞ കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്താണ് നിങ്ങൾക്കും പറയാനുള്ളത് എന്ന് പറഞ്ഞത് വീഡിയോയിൽ കമൻറ്റായിട്ട് ഇടുക.